അപ്പം നമുക്കൊന്ന് ജേണൽ ഇങ്ങനെ വരാം. പിന്നെ ജേണൽ എടുക്കണം. അപ്പം ഞാൻ ഇതിലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ പിന്നത്തെയും ജേണലിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാം. കവായ് സ്റ്റിക്കേഴ്സിലാണ് എല്ലാ കൺഫ്യൂഷൻസും കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് ചൂസ് ചെയ്തത് ഇതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി എടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു വാഷി ടാപ്പും ഒരു മുറിക്കാം. കളർ പേപ്പറില്ല കേട്ടോ ഗൈസ്. ഞാൻ കളർ പേപ്പർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വാട്ടർ കളർ യൂസ് കളറാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ഒരു പേജായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗ്ലൂ ഒക്കെ എടുക്കുന്നുണ്ട്. പുതിയ ഗ്ലൂ ആണ് കേട്ടോ ഗൈസ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിതിന് ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് കേൾക്കുന്ന ഈ സൗണ്ട് ഒന്നും നോക്കണ്ട. അതുകൊണ്ട് നമുക്കിത് ചെയ്യുന്ന നോക്കിയാൽ മതി. ഇതിലുള്ള എല്ലാ സാധനങ്ങളും കവായ് സ്റ്റിക്കേഴ്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാം. ഈ ഷീറ്റിലെ ഫുൾ സ്റ്റിക്കേഴ്സ് ഞാൻ ഇതിൽ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എല്ലായിടത്തിലും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. ഈ കവായ് സ്റ്റിക്കേഴ്സ് ഒന്നും ആദ്യം ട്രെൻഡിലാണെന്ന് തോന്നുന്നു. ആദ്യം കഴിഞ്ഞ കൊല്ലമൊക്കെ അതിൻ്റെ ട്രെൻഡുള്ള സാധനമായിരുന്നു. അതിലുള്ള സ്റ്റിക്കേഴ്സ് കുറേ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വാഷി ടാപ്പ് ഒട്ടിക്കാം. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.